ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്യാർ ചെയ്യാൻ പോകുന്നത് ഉള്ളി ചമ്മന്തിയാണ്. അതിനായിട്ട് ഞാനിപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോലൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഒരു ചീനിച്ചട്ടിയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് തോലും മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയുടെ നിറം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇത് നമുക്ക് ദോശയോടൊപ്പം മാത്രമല്ല ഇഡലിയോടും കഴിക്കാവുന്ന ഒരു അടിപൊളി ആയിട്ടുള്ളൊരു ചട്നിയാണ്. ഉള്ളിയുടെ കളറൊക്കെ മാറുമ്പോൾ നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതേ ചട്ടിയിൽ തന്നെ ഞാനിപ്പോൾ 3 ഉണക്കമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു ഉരുള പുളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3-4 കഷ്ണം തേങ്ങയാണ്. അതുകൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി ചേർക്കുമ്പോൾ വളരെ കുറച്ച് ഒരു ചെറിയ കഷ്ണം മാത്രമേ ചേർക്കാവൂ, കൂടുതലൊന്നും ചേർക്കരുത്. അതുപോലെ തേങ്ങ എടുക്കുമ്പോഴും കുറച്ച് ഉണങ്ങിയ തേങ്ങ വേണം എടുക്കാൻ. നമുക്ക് മുളകിൻ്റെ നിറമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി തണുക്കാൻ വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്ക് ഇവ മിക്സിയിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കൂടെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ചട്നിയിൽ കടുക് താളിച്ചിടുന്നുണ്ട്. കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി ചട്നി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.